മോനെ കിച്ചു, എഴുന്നേൽക്ക്, നിനക്ക് ഇന്നല്ലേ ഇൻ്റർവ്യൂ ഉള്ളത് എന്നും പറഞ്ഞ് കിച്ചുവിൻ്റെ അമ്മയായ കാർത്തിക അവനെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ എന്നും പറഞ്ഞ് കിച്ചു വേഗം തലയുടെ മുകളിൽ കൂടി ഇട്ട പുതപ്പ് വലിച്ചു മാറ്റിക്കൊണ്ട് ബാത്റൂമിലേക്ക് ഓടി. 15 മിനിറ്റ് കൊണ്ട് അവൻ പല്ലുതേപ്പും കുളിയും എല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. ധൃതിയിൽ അവൻ അവൻ്റെ ഫയലും ബാഗും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. അമ്മ, വേഗം ഭക്ഷണം തായോ, നേരം ഇനി വൈകിയാൽ ഇൻ്റർവ്യൂ ടൈം കഴിയും എന്നും പറഞ്ഞുകൊണ്ട് അവൻ മേശയ്ക്കുള്ളിൽ വെച്ച കസേര പുറത്തേക്കെടുത്ത് അതിലിരുന്നു. കാർത്തിക് അവനുള്ള ഭക്ഷണമെല്ലാം കൊണ്ട് അങ്ങോട്ടെത്തിയിരുന്നു. അവൻ്റെ പ്ലേറ്റിലേക്ക് 4 ഇഡ്ഡലി അവർ വെച്ചു കൊടുത്തു. കൂട്ടിന് കുറച്ച് സാമ്പാറും. അവൻ വേഗത്തിൽ കഴിക്കാൻ തുടങ്ങി. ഏട്ടാ, ഞാനും വരുന്നുണ്ട് ബസ് സ്റ്റോപ്പ് വരെ ഏട്ടൻ്റെ കൂടെ എന്നും പറഞ്ഞ് അവൻ്റെ പെങ്ങൾക്കുട്ടി അമ്മു അങ്ങോട്ടേക്ക് വന്ന് ചായ കുടിക്കാനായി ഇരുന്നു. അവൾ വന്നപ്പോഴേക്കും അവൾക്കും കാർത്തിക ചായയും ഇഡലിയും കൊടുത്തു. അമ്മു, നീ എൻ്റെ കൂടെ പോരുന്നുണ്ടെങ്കിൽ വേഗം വേണം, എനിക്ക് സമയമില്ല എന്നവൻ കഴിക്കുന്നതിനിടയിൽ അവളെ നോക്കാതെ പറഞ്ഞു. അവൻ്റെ മുഖത്ത് നല്ല ക്ഷീണവും പേടിയും നിറഞ്ഞു നിന്നത് അവൻ്റെ അമ്മ മനസ്സിലാക്കിയിരുന്നു. ഭക്ഷണം കഴിച്ച് കൈ കഴുകാനായി കിച്ചു എഴുന്നേറ്റപ്പോൾ അവൻ്റെ അരികിലേക്ക് കാർത്തിക വന്നുകൊണ്ട് പറഞ്ഞു. മോനെ, പേടിക്കണ്ട, ഈ ജോലി എൻ്റെ മോനുള്ളത് തന്നെയാണ്. അതും പറഞ്ഞ് അവർ അവൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊടുത്തു. അമ്മയുടെ വാക്കുകൾ അവനൊരു ആത്മവിശ്വാസം കൊടുത്തു. അങ്ങനെ രണ്ടുപേരും വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി. അവൻ അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി ബൈക്കിൽ കയറി, കൂടെ അമ്മുവും. അങ്ങനെ ബസ് സ്റ്റോപ്പ് എത്തിയപ്പോൾ അവൻ അവളെ അവിടെ ഇറക്കി അവളോട് യാത്ര പറഞ്ഞ് ധൃതിയിൽ മുന്നോട്ടു പോയി. കിച്ചുരാമൻ, ഇൻ്റർവ്യൂ അറ്റൻഡർ, അവൻ്റെ പേര് ഉറക്കെ വിളിച്ചു. പ്രിപ്പയർ ചെയ്ത വെച്ച കുറച്ച് നോട്ട്സ് വേഗത്തിൽ മറിച്ചു നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവൻ്റെ പേര് ഉയർന്നു കേട്ടത്. അവൻ വേഗത്തിൽ എഴുന്നേറ്റ് ഇൻ്റർവ്യൂ നടക്കുന്ന റൂം ലക്ഷ്യമിട്ട് നടന്നു. മേ ഐ കമിൻ സാർ, അവൻ ഡോറിൻ്റെ പുറത്തുനിന്ന് ചോദിച്ചു. യെസ് കമ്മിങ് എന്നകത്തു നിന്ന് കേട്ടപ്പോൾ അവൻ അകത്തേക്ക് പ്രവേശിച്ചു. അവനെ കണ്ടതും ഇരിക്കുവാനായി ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന 3 പേരിൽ ഒരാൾ പറഞ്ഞു. അതുപ്രകാരം അവൻ കസാരയിലിരുന്നു. ശേഷം അവൻ്റെ സർട്ടിഫിക്കറ്റും CV-യും അടങ്ങുന്ന ഫയൽ അവർക്ക് നേരെ അവൻ നീട്ടി. അവർ അത് വാങ്ങി ഒന്ന് കണ്ണോടിച്ച ശേഷം കൂട്ടത്തിൽ ഒരാൾ അവനോട് പറഞ്ഞു, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അത് കേട്ടതും അവൻ പറയാനായി തുടങ്ങി. ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഭയമുണ്ടെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ അവൻ അവർക്ക് മുന്നിൽ ആത്മധൈര്യം ശേഖരിച്ചു പറയുവാനായി തുടങ്ങി. 5 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു. അവൻ്റെ ആ 5 ചോദ്യങ്ങളിലും ഇൻ്റർവ്യൂ ചെയ്യുന്നവർ സംതൃപ്തരായിരുന്നു. ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഞങ്ങൾ നിങ്ങൾക്ക് ഈ കമ്പനിയിൽ ജോലി തന്നാൽ ഈ കമ്പനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? അവൻ അവരുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സാർ, ഈ കമ്പനി ഓൾറെഡി ഉയർന്ന നിലവാരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് എൻ്റെ പങ്കാളിത്തം വന്നാൽ ഞാൻ ആ നിലവാരത്തെ വീണ്ടും ഉയർത്താൻ ശ്രമിക്കും എന്നും പറഞ്ഞവൻ അവർക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. ആ ഉത്തരത്തിൽ അവർ വീണിരുന്നു. ഓക്കെ കിച്ചുരാമൻ, യു ആർ അപ്പോയിൻറ്റഡ്. അത് കേട്ടതും അവൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു. വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ ജോയിൻ ചെയ്യണം. കൊച്ചിയിലാണ് നമ്മളുടെ ഓഫീസ് വരുന്നത്. ഫുഡ്, അക്കോമഡേഷൻ തുടങ്ങിയ ഡീറ്റെയിൽസ് മെയിൽ വഴി അയക്കും. അവൻ താങ്ക് യു എന്നും പറഞ്ഞ് പുറത്തേക്കിറങ്ങി. അവൻ്റെ ഹൃദയം സന്തോഷവും അതിലുപരി സമാധാനവും കൊണ്ട് നിറഞ്ഞിരുന്നു. തിരികെ വീട്ടിലേക്ക് പോവാൻ അവൻ ബൈക്കിൽ കയറി. ബൈക്ക് ഓടിക്കുന്ന സമയം തൊട്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ബിടെക് അവസാന വർഷമായപ്പോഴാണ് അച്ഛൻ രാമൻ മരണപ്പെടുന്നത്. അച്ഛൻ്റെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒറ്റ വരുമാനം കൊണ്ട് മാത്രമായിരുന്നു അവരുടെ കുടുംബം മുന്നോട്ട് പോയിരുന്നത്. അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണം ആ കുടുംബത്തെ വല്ലാതെ ബാധിച്ചു. അമ്മയുടെ സ്വർണമെല്ലാം പണയം വെച്ച് അവൻ ബിടെക് പഠനം പൂർത്തിയാക്കി. അമ്മയെയും പെങ്ങളെയും അച്ഛൻ നോക്കിയതുപോലെ നന്നായി നോക്കണം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി എല്ലാ കമ്പനിയിലും അവൻ ജോലിക്ക് അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂവിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് അവൻ പരിശ്രമിക്കാൻ തുടങ്ങി. ഒടുവിൽ ജോലി എന്ന സ്വപ്നം അവൻ നേടിയെടുത്തു. പോകുന്ന വഴിക്ക് ഉള്ളിൽ അതുവരെ കത്തിനിന്ന തീ കെട്ട സന്തോഷത്തിൽ അവൻ ജ്യൂസ് കുടിക്കാനായി കയറി. മാംഗോ ജ്യൂസിന് ഓർഡർ കൊടുത്തു. 15 മിനിറ്റ് കഴിഞ്ഞതും ജ്യൂസ് വന്നു. ഒറ്റ വലിക്ക് അവൻ അത് കുടിച്ചു തീർത്തു. അവൻ്റെ ഉള്ളം ഒന്ന് തണുത്തതുപോലെ അവന് തോന്നി. അവൻ വേഗത്തിൽ ബൈക്ക് ഓടിച്ച് വീട്ടിലേക്ക് പോയി.
പോകുന്ന വഴിയിൽ ഒരു ബേക്കറിയിൽ കയറി അമ്മയ്ക്കും അനുജത്തിക്കുമായി കുറച്ച് ലഡുവും ഒരു കേക്കും വാങ്ങിയിരുന്നു. വീട്ടിലെത്തി ബൈക്ക് നിർത്തി അവൻ വീട്ടിലേക്ക് കയറി. ഉമ്മരത്ത് ബ്ലൗസിൻ്റെ കുളത്ത് തുന്നിയിരിക്കുകയായിരുന്നു അവൻ്റെ അമ്മ. അപ്പോൾ അവനെ കണ്ടതും അവർ തിടുക്കത്തിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. എന്തായി മോനെ? അവർ ചോദിച്ചു. എന്താ അവൻ? അമ്മയുടെ മോൻ ജോലിക്കാരനായിരിക്കുന്നു എന്നവൻ പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കാർത്തികയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ അവരെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു. അമ്മേ, ഇനി ഈ കണ്ണുകൾ നിറയരുത് എന്നും പറഞ്ഞവൻ അവരുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. അപ്പോഴേക്കും അമ്മു കോളേജ് കഴിഞ്ഞെത്തി. അവളും ആകാംക്ഷയോടെ അവനോട് ചോദിച്ചു, എന്തായി ഏട്ടാ, കിട്ടിയോ? കിട്ടി എന്നും പറഞ്ഞ് അവൻ അവളെ എടുത്തു പൊക്കി. എനിക്കറിയായിരുന്നു എൻ്റെ ഏട്ടന് കിട്ടുമെന്ന് എന്നും പറഞ്ഞ് അവൾ അടർന്നു വീണ കണ്ണുനീർ തുള്ളിയെ തുടച്ച് നീക്കി. അവൻ അവർക്ക് രണ്ടുപേർക്കും ലഡു കൊടുത്തു. ശേഷം അമ്മയും അവനും അമ്മുവും ചേർന്ന് കേക്ക് കട്ട് ചെയ്തു. അവരുടെ വീട് സന്തോഷത്താൽ ആറാടി. രാത്രി കുളിയെല്ലാം കഴിഞ്ഞിരുന്നപ്പോഴാണ് മെയിൽ വരുന്നത്. അതിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ജോലി കൊച്ചി ജില്ലയിലായിരിക്കും. സാലറി 50,000 ആയിരിക്കും. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീയുമായിരിക്കും എന്ന്. അപ്പോൾ തന്നെ അവൻ അമ്മയോട് കാര്യം പറഞ്ഞു. കൊച്ചിയിലാണോ കുട്ടിയെ? നീ ഒരിക്കൽ പോലും ഇവിടെ നിന്ന് മാറി നിന്നിട്ടില്ലല്ലോ. മാറ്റം കിട്ടോ കുട്ടിയെ? അമ്മ ചോദിച്ചു. ഇപ്പം എന്തായാലും കിട്ടില്ല അമ്മ. എനിക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയാൽ കിട്ടും. പിന്നെ മാറി നിൽക്കുന്ന കാര്യം നമ്മളൊന്ന് സെറ്റാവുന്നത് വരെ അല്ലേ ഉള്ളൂ അമ്മേ. അതുവരെ സഹിച്ചേ പറ്റൂ. മറ്റന്നാൾ പോവണം. നാളെ പോയി കൊണ്ടുപോവാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം. എൻ്റെ അമ്മക്കുട്ടി വിഷമിക്കേണ്ട, ഞാൻ ആഴ്ചയിൽ വരില്ലേ എന്നും പറഞ്ഞ് അവൻ കാർത്തികയുടെ കവിളിൽ ഒന്ന് പിച്ചി. അവർ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴാണ് അമ്മു ഭക്ഷണം കഴിക്കാനായി വിളിക്കുന്നത്. എന്നും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ഇനി അത് ഉണ്ടാവില്ലല്ലോ എന്നോർത്തപ്പോൾ കാർത്തികയുടെ ഈറൻ അണിഞ്ഞുവെങ്കിലും അവർ അത് പതിയെ തുടച്ചു മാറ്റി. ഭക്ഷണമെല്ലാം കഴിച്ച് കിച്ചു റൂമിൽ പോയി അവൻ്റെ കുറച്ച് പുസ്തകങ്ങൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. ജോലിക്ക് കയറിയാൽ പിന്നെ സംശയങ്ങൾ ഉണ്ടാവാതെ ഇരിക്കാൻ ഒരു റിവിഷൻ. പിറ്റേ ദിവസം രാവിലെ അവൻ ടൗണിൽ പോയി കുറച്ച് വസ്ത്രങ്ങളും അവന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങി. അവൻ്റെ കൂടെ അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങി. രാത്രി സാധനങ്ങളെല്ലാം അമ്മയും അമ്മുവും ചേർന്ന് ബാഗിലാക്കി. അന്നവർ ഭക്ഷണമെല്ലാം കഴിച്ച് നേരത്തെ കിടന്നു. അവന് രാവിലെ 6 മണിക്കുള്ള ട്രെയിനിനാണ് പോവേണ്ടത്. അതുകൊണ്ട് പുലർച്ചെ എഴുന്നേൽക്കണം. അമ്മയെയും അമ്മുവിനെയും ഒറ്റയ്ക്കാദ്യമായാണ് തനിച്ചാക്കി പോകുന്നത്. അതിൻ്റെ സങ്കടം അവൻ്റെ ഹൃദയത്തിൽ തളം കെട്ടിയിരുന്നു. അന്ന് രാത്രി ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അന്നേ വരെ അവർ പിരിഞ്ഞിരുന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഉള്ളിലെവിടെയോ മുറിവേറ്റ പോലെ ഒരു നീറ്റലുണ്ടായിരുന്നു. പിറ്റേ ദിവസം അവൻ പുറപ്പെട്ടു. ജോലി സ്ഥലത്തെത്തി അവന് താമസിക്കാനുള്ള കമ്പനിയുടെ ഫ്ലാറ്റും സഹപ്രവർത്തകരെയും പരിചയപ്പെട്ടു. പിറ്റേ ദിവസം നല്ല പോലെ പ്രാർത്ഥിച്ച് അവൻ ജോലിക്ക് പോവാൻ ഒരുങ്ങി. ക്യാബ് വരുമായിരുന്നു അവരെ ഓഫീസിലേക്ക് കൊണ്ടുപോവാനും കൊണ്ടുവിടാനും. തുടക്ക ദിവസം തന്നെ അവന് നല്ല പോലെ തിളങ്ങാൻ സാധിച്ചു. ഓഫീസിൽ രാഘവ് എന്ന കൂട്ടുകാരനെയും അവന് കിട്ടി. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അവൻ സത്യത്തിൽ നല്ല പോലെ അവൻ്റെ ജോലി ആസ്വദിച്ചിരുന്നു. രാഘവും അവനും ഒരു ഫ്ലാറ്റിൽ തന്നെയായിരുന്നു താമസം. അതുകൊണ്ട് തന്നെ ഏറെ വൈകാതെ അവർ നല്ല കൂട്ടുകാരായി മാറി. ആഴ്ചയിൽ അവൻ വീട്ടിലേക്ക് പോവും. അങ്ങനെ ജോലിയും ഓഫീസുമായി 6 മാസം കടന്നുപോയി. അവരുടെ കടങ്ങളെല്ലാം അവൻ വീട്ടി. അമ്മയുടെ സ്വർണമെല്ലാം അവൻ തിരികെ എടുത്തു കൊടുത്തു. അവർക്ക് നല്ലൊരു വീട് പണിയാനും ആരംഭിച്ചു. ഒരു ദിവസം വൈകിട്ട് രാഘവും അവനും ഷോപ്പിങ്ങിനായി പുറത്തേക്ക് പോയി. 2 ഷർട്ട് എടുക്കണമെന്നും പറഞ്ഞ് രാഘവ് തുണിഷോപ്പിലേക്ക് കയറി. കൂടെ കിച്ചുവും. അങ്ങനെ അവർ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കിച്ചു അവളെ കാണുന്നത്. അവളുടെ നീലമിഴികൾ കാരണം അവളിലേക്കുള്ള നോട്ടം മാറ്റാൻ അവന് സാധിച്ചില്ല. രാഘവ് വന്ന് അവനെ തട്ടി വിളിച്ചപ്പോഴാണ് അവൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്നത്. എന്താടാ? രാഘവ് അവനോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞ് അവൻ വീണ്ടും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവൾ അവിടെ കാണാനില്ലായിരുന്നു. ഡാ, ഞാൻ ഇപ്പോൾ വരാം, നീ ബില്ലടിച്ചോ എന്നും പറഞ്ഞ് അവൻ അവളെ തേടി താഴേക്ക് ചെന്ന് നോക്കി. അപ്പോഴേക്കും അവൾ കൂട്ടുകാരിയുടെ കൂടെ സ്കൂട്ടറിൽ കയറി പോകുന്നതാണ് അവൻ കണ്ടത്. ഛേ
എന്നും പറഞ്ഞവൻ തിരിഞ്ഞു നിന്നതും ഒരു സംശയഭാവത്തോടെ രാഘവ് അവനെ നോക്കി. ഒന്നുമില്ല എന്ന ഭാവത്തോടെ അവൻ തിരിഞ്ഞു നടന്നു. ഫ്ലാറ്റിലെത്തിയിട്ടും അവൻ്റെ ഉള്ളം മുഴുവനും അവളുടെ നീലക്കണ്ണുകളായിരുന്നു. എടാ കിച്ചു, നോക്ക്, ഇത് കൊള്ളാമോ എന്നും പറഞ്ഞ് രാഘവ് അവന് നേരെ വാങ്ങിയ ഷർട്ട് കാണിച്ചു കൊടുത്തു. പക്ഷേ അപ്പോഴും അവൻ മായാലോകത്ത് തന്നെയായിരുന്നു. എടാ കിച്ചു, ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? നിനക്കിതെന്താ പറ്റിയത് എന്നും പറഞ്ഞ് അവൻ കിച്ചുവിനെ ഒന്ന് കുലുക്കി. പെട്ടെന്ന് അവൻ ഒന്ന് ഇളിച്ച് അവനെ നോക്കി. എന്നിട്ട് അവൻ രാഘവിനെ നോക്കി ബാത്റൂമിലേക്ക് കയറി. രാത്രി കിടന്നപ്പോഴും അവൻ്റെ ഉള്ളം മുഴുവൻ അവൾ മാത്രമായിരുന്നു. രാവിലെ പോവാൻ രാഘവും കിച്ചുവും എല്ലാവരും ഒരുങ്ങിത്തുടങ്ങി. സ്വപ്നലോകത്താണ് കിച്ചുവെങ്കിലും അവൻ അതൊന്നും പുറത്ത് കാട്ടാതെ നടക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും രാഘവിൻ്റെ മുന്നിൽ അത് വിജയം കണ്ടില്ല. നേരം 9 ആയപ്പോഴേക്കും ക്യാബ് വന്ന് നിന്നു. അവരെല്ലാവരും അതിൽ കയറി. കുറച്ച് ദൂരം പോയതും അവൻ്റെ കണ്ണുകളിൽ അവൾ വന്നു പതിഞ്ഞു. അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ലേഡീസ് ഹോസ്റ്റലിൻ്റെ മുന്നിലായിരുന്നു അവൾ നിന്നിരുന്നത്. അവൻ അവളെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം അവൻ്റെ ഹൃദയത്തെ കീഴടക്കി. അന്നു മുഴുവനും അവൻ്റെ കണ്ണുകൾ അവളെ കണ്ടതിലുള്ള പ്രകാശം നിറഞ്ഞു നിന്നിരുന്നു. വൈകിട്ട് പോന്നപ്പോഴും അവൻ ഹോസ്റ്റലിൻ്റെ മുന്നിൽ അവളെ നോക്കി, പക്ഷേ കണ്ടില്ല. പിന്നീടുള്ള എല്ലാ ദിവസവും പോകുമ്പോൾ അവൻ അവളെ കാണൽ പതിവായി. അവളുടെ മുഖം കണ്ണിൽ നിന്ന് മായുന്നത് വരെ അവൻ നോക്കി നിൽക്കും. ആ കാഴ്ച കണ്ട് രാഘവ് അവൻ്റെ കള്ളത്തരം മനസ്സിലാക്കി. അവൻ കിച്ചുവിനെ ചോദ്യം ചെയ്തു. അവൻ കാര്യം രാഘവനോട് തുറന്നു പറഞ്ഞു. പിന്നീടുള്ള എല്ലാ ദിവസവും അവർ രണ്ടുപേരും ഒരുമിച്ച് അവളെ നോക്കാൻ തുടങ്ങി. കുറേ ദിവസം അതങ്ങനെ നീണ്ടുപോയി. അവരുടെ രണ്ടുപേരുടെയും നോട്ടവും ചിരിയുമെല്ലാം അവൾ പതിയെ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. ഒരു ദിവസം അവൾ അവരെ ഒന്ന് രൂക്ഷമായി നോക്കി. അവളുടെ നീലക്കണ്ണുകൾ കൊണ്ടുള്ള ആ നോട്ടം അവനെ ഒന്നുകൂടി അവളിലേക്കുള്ള ദൂരത്തെ കുറച്ചതുപോലെ അവന് തോന്നി. രാത്രി ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അവൻ്റെ മനസ്സിൽ മുഴുവനും അവളുടെ നീലമിഴികൾ കൊണ്ടുള്ള നോട്ടം നിറഞ്ഞു നിന്നിരുന്നു. ആരായിരിക്കും അവൾ? അവളുടെ പേരെന്താവും? അങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി. എന്താ കിച്ചു, ആ പെണ്ണിനെ ആലോചിക്കുമായിരിക്കും അല്ലേ എന്നും പറഞ്ഞ് അവൻ കിച്ചുവിൻ്റെ തോളിൽ തട്ടി. അവളുടെ പേരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഇൻസ്റ്റയിലോ FBയിലോ തപ്പാമായിരുന്നു. ഇതിപ്പോൾ എന്നും പറഞ്ഞ് അവൻ നിർത്തി. നിനക്കിപ്പോൾ അവളുടെ പേരറിയണം, അത്രയല്ലേ ഉള്ളൂ. അതിന് വഴിയുണ്ട്. എന്ത് വഴി? അവൻ രാഘവിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് ചോദിച്ചു. നാളെ രാവിലെ 6:30 ആവുമ്പോൾ ജോഗിങ്ങിന് പോവാൻ റെഡി ആയിക്കോ എന്നും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി. രാത്രി ഒന്ന് വെളുക്കാൻ അവൻ ഒരുപാട് ദിവസങ്ങൾ കാത്തിരുന്നത് പോലെ കിച്ചുവിന് തോന്നി. രാഘവ് പറഞ്ഞ കാര്യം മറന്നുവെന്ന് മനസ്സിലാക്കിയ കിച്ചു നേരം 5 ആയപ്പോൾ തൊട്ട് അവനെ തട്ടി വിളിച്ചുണർത്താൻ ശ്രമിച്ചു. ഒടുവിൽ ശല്യം സഹിക്കാൻ വയ്യാതെ അവൻ എഴുന്നേറ്റു. നിനക്ക് തലക്കു പിടിച്ച പ്രേമാണോടാ എന്നും പറഞ്ഞ് അവൻ തല ചൊറിഞ്ഞ് ബാത്റൂമിലേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞ് അവർ രണ്ടുപേരും നടക്കാനിറങ്ങി. അല്പദൂരം നടന്ന് അവർ ഹോസ്റ്റലിൻ്റെ മുന്നിലെത്തി. അപ്രതീക്ഷിതമെന്നോണം അവളും വേറെ 2 പെൺകുട്ടികളും കൂടെ നടന്നു വരുന്നത് അവർ കണ്ടു. അവളെ കണ്ടതും അവൻ്റെ മിഴികൾ അവളുടെ നീലമിഴികളാൽ ഉടക്കി. അവർ രാഘവിനെയും കിച്ചുവിനെയും കടന്നുപോയി. അനുശ്രീ, ഇന്നല്ലേ അസൈൻമെൻറ്റ് വെക്കേണ്ടത്? കൂട്ടത്തിൽ ഒരു പെൺകുട്ടി അവളെ നോക്കി പറഞ്ഞു. അതെ എന്നവൾ ഉത്തരം നൽകി. കണ്ടോ, അവളുടെ പേര് കിട്ടിയില്ലേ, അനുശ്രീ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? കൊള്ളാം മോനെ, താങ്ക് യു മുത്തേ എന്നും പറഞ്ഞ് അവൻ രാഘവിനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ തന്നെ അവൻ ഇൻസ്റ്റ തുറന്ന് അനുശ്രീ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. ഒരുപാട് അനുശ്രീ എന്ന പേരിലുള്ള അക്കൗണ്ട് വന്നു. അതിൽ അവളുടെ ചിത്രമുള്ള അക്കൗണ്ട് അവൻ കണ്ടു. ഉടനെ തന്നെ അവൻ ഫോളോ റിക്വസ്റ്റ് അയച്ചു. തിരികെ ഫ്ലാറ്റിലെത്തി അവൻ ഫോൺ നോക്കി അവൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഓഫീസിൽ പോവാൻ നേരം അവൻ പേപ്പറിൽ പ്ലീസ് അക്സെപ്റ്റ് മൈ റിക്വസ്റ്റ് എന്ന് എഴുതി വെച്ചു. ക്യാബ് വന്നു. എല്ലാവരും കയറി. ഹോസ്റ്റലിൻ്റെ മുന്നിൽ പതിവ് പോലെ അവൾ നിൽപ്പുണ്ടായിരുന്നു. അവളുടെ മുന്നിലേക്ക് അവൻ ആ പേപ്പർ വലിച്ചെറിഞ്ഞു. അവൾ അതെടുത്തു നോക്കുന്നത് അവൻ കണ്ടു. ഓഫീസിലെത്തി നോക്കിയിട്ടും അക്സെപ്റ്റ് ചെയ്ത് അവൻ കണ്ടില്ല. തുടരെ അവൻ ഫോണിൽ നോക്കിയെങ്കിലും പോസിറ്റീവായി ഒന്നും കണ്ടില്ല. രാത്രിയിൽ അവൾ അക്സെപ്റ്റ് ചെയ്തു എന്ന നോട്ടിഫിക്കേഷൻ അവൻ കണ്ടു. അവൻ വേഗം അവൾക്ക് ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു. അപ്പോൾ തന്നെ ഹായ് എന്നും പറഞ്ഞ് തിരികെ റീപ്ലേയും വന്നു. അവന് സന്തോഷം കൊണ്ട് കണ്ണുകൾ കാണാത്തതുപോലെ തോന്നി. അവരുടെ മെസ്സേജ് അയപ്പ് പുലർച്ചെ 1 മണിവരെ നീണ്ടു.
പിറ്റേ ദിവസം ഓഫീസിൽ പോയപ്പോൾ അവളെ അവൻ നോക്കി. അവളുടെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി അവന് വേണ്ടി ഉണ്ടായിരുന്നു. അവർ പരസ്പരം നമ്പറുകൾ കൈമാറി. എന്നും വിളിയായി. അവർക്ക് പരസ്പരം ഇഷ്ടമാണെന്ന വിവരം തമ്മിൽ തമ്മിൽ അറിയിച്ചു. ഒരു ദിവസം ഞായറാഴ്ച അവൻ നാട്ടിൽ പോവാതെ അവളെ കാണാൻ പോയി. അവർ പരസ്പരം നന്നായി അടുത്തിരുന്നു. അവരുടെ ആദ്യത്തെ കണ്ടുമുട്ടലായിരുന്നു അത്. സിറ്റിയിലുള്ള അതിഗംഭീരമായ കഫേയിലായിരുന്നു അവർ പോയത്. അവർ 2 ക്യാപ്പിച്ചിനോയ്ക്ക് ഓർഡർ ചെയ്തിരുന്നു. അവളുടെ നീലക്കണ്ണുകൾ അവനെ വല്ലാതെ ആകർഷിച്ചു. അവൻ്റെ മുഖത്ത് നോക്കാൻ നാണം കൊണ്ട് അവൾക്ക് സാധിച്ചില്ല. അവൻ പതിയെ അവളുടെ കൈകൾ അവൻ്റെ കരങ്ങൾ കൊണ്ട് കവർന്നു. അവൾ പതിയെ കൈകൾ പിൻവലിച്ചു. ഉടനെ തന്നെ ഓർഡർ വന്നു. 2 പേരും ഒരുപാട് നേരം സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അവൾക്ക് വേണ്ടി അവൻ ഒരുപാട് വസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റു പല സാധനങ്ങളും വാങ്ങിക്കൊടുത്തു. 2 പേരും അന്ന് ഒരുപാട് സന്തോഷിച്ചു. ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ് അനുശ്രീ. അവളുടെ നാട് പാലക്കാടാണ്. ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് മീഡിയ പഠിക്കുകയാണ് അവൾ. ഒരു പാവം നാട്ടിൻപുറത്തുകാരി, ഒരു പച്ചപ്പാവം പെണ്ണ്. അവരുടെ പ്രണയം നന്നായി പൂത്തുലഞ്ഞു. അവരുടെ കണ്ടുമുട്ടലുകളും ഫോൺ വിളികളും സംസാരങ്ങളും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. അവൻ്റെ വീട്ടിൽ ശ്രീയുടെ കാര്യം അവൻ പറഞ്ഞിരുന്നു. അവർക്ക് പരിപൂർണ സമ്മതമായിരുന്നു. അവളുടെ വീട്ടിലും സമ്മതമായിരിക്കുമെന്നായിരുന്നു അവളും പറഞ്ഞിരുന്നത്. അങ്ങനെ ഇണക്കുരുവികളെപ്പോലെ അവരും അവരുടെ പ്രണയവും പാറി നടന്നു. അങ്ങനെ ശ്രീയുടെ കോഴ്സ് കഴിഞ്ഞു. അവൾ നാട്ടിൽ പോയി. കിച്ചു നാട്ടിൽ പോയപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് ശ്രീയെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ട് എന്നവർ പറഞ്ഞു. അവൻ അത് അവളെ അറിയിച്ചപ്പോൾ അവൾ അടുത്ത തിങ്കളാഴ്ച TC വാങ്ങാൻ വരുമെന്നും അന്ന് അമ്മയെ കൊണ്ടുവരണമെന്നും അവൾ പറഞ്ഞു. അതുപ്രകാരം നാട്ടിൽ നിന്ന് പോന്നപ്പോൾ അമ്മുവിനെയും അമ്മയെയും കൊണ്ടവൻ വന്നു. അവരെന്നും കാണാറുള്ള കഫേയിലേക്ക് വരാനായിരുന്നു അവൾ പറഞ്ഞത്. രാവിലെ 10 മണിക്ക് വരാനായിരുന്നു അവൾ അറിയിച്ചിരുന്നത്. അതുപ്രകാരം അവർ അവളെയും കാത്തു നിന്നുവെങ്കിലും അവൾ വന്നില്ല. ഒരുപാട് നേരം കാത്തിരുന്നു. അവൻ ഫോണിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൻ ഒരുപാട് നേരം തുടരെ വിളിച്ചിട്ടും അവന് കിട്ടിയില്ല. അവൻ്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞൊഴുകുന്നത് അവൻ്റെ അമ്മ കണ്ടു. അവൾക്ക് എന്തെങ്കിലും അർജൻറ്റ് ഉണ്ടായിട്ടാവും, നമുക്ക് പിന്നെ കാണാം എന്നും പറഞ്ഞ് അമ്മ അവനെ സമാധാനിപ്പിച്ചു. അങ്ങനെ ആ ദിവസം മുഴുവനും അവൻ അവളെ വിളിച്ചു. പക്ഷേ സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. അവൻ ഒരുപാട് തവണ അവളെ കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും കിട്ടിയില്ല. അവന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ദിവസങ്ങൾ മുന്നോട്ടു പോയി എങ്കിലും അവളുടെ ഒരു വിവരവും അവന് ലഭിച്ചില്ല. അവൻ സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് വന്ന രാഘവ് അവനെ തടഞ്ഞു. നീ എന്ത് ഭ്രാന്താണ് കാണിക്കുന്നത്? അവൾക്ക് നിന്റെ സ്നേഹവും നിന്റെ പങ്കാളിയുമാവാനുള്ള ഭാഗ്യമില്ല എന്ന് കരുതിയാൽ മതി. അവൾ മാത്രമല്ല ഈ ലോകത്ത് പെണ്ണായി ഉള്ളത്. നീ അവളെ പ്രണയിച്ചത് ആത്മാർത്ഥമായാണ്. പക്ഷെ അവൾ നീ തേച്ചുപോയി. ആ സത്യം ഇനിയെങ്കിലും നീ ഉൾക്കൊള്ളാൻ ശ്രമിക്ക് എന്നും പറഞ്ഞ് രാഘവ് അവനോട് കയർത്തു. കിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞു. അവിടം മുതൽ എല്ലാ രാത്രികളും അവന് പ്രയാസമേറിയതായിരുന്നു. കളിയും ചിരിയും തമാശയുമായി നടന്നവൻ ആരോടും സംസാരിക്കാതെയായി. എല്ലാവരോടും ദേഷ്യത്തോടെയുള്ള പെരുമാറ്റമായി മാറി. പ്രത്യേകിച്ച് സ്ത്രീകളോട്. നീണ്ട ഒരു വർഷം കടന്നുപോയി. അനുശ്രീയോടുള്ള അവൻ്റെ ദേഷ്യത്തിന് മൂർച്ച കൂടിക്കൂടി വന്നു. രാഘവന് സ്ഥലം മാറ്റം കിട്ടി. കിച്ചു, നിനക്കിവിടെ നിന്ന് മാറ്റം കിട്ടില്ലേ? നിനക്കിവിടെ നിന്ന് നിന്റെ നാട്ടിലേക്ക് മാറിക്കൂടെ എന്നവൻ ചോദിച്ചപ്പോൾ, ഇല്ല, ഒരിക്കൽ എനിക്ക് അവളെ കാണണം. എനിക്ക് ഉറപ്പാണ് അവൾ ഇവിടെ തന്നെ കാണുമെന്ന്, മറ്റൊരുത്തൻ്റെ കൂടെ. അന്ന് എനിക്ക് അവളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പണം. അതിന് ഞാൻ ഇവിടെ ഉണ്ടായേ പറ്റൂ എന്നും പറഞ്ഞവൻ നടന്നുപോയി. അവൻ്റെ ഈ മാറ്റവും സ്വഭാവവും കാർത്തികയെയും അമ്മുവിനെയും വല്ലാതെ തളർത്തിയിരുന്നു. അമ്മ, ഏട്ടനെ കൊണ്ട് ഒരു വിവാഹം കഴിപ്പിച്ചാൽ എല്ലാം ശരിയാവും. നമുക്ക് ബ്രോക്കർ വിവേകൻ ചേട്ടനോട് ആലോചനകൾ കൊണ്ടുവരാൻ പറഞ്ഞാലോ? ഞാനും അവൻ്റെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാതെ ഇരിക്കുകയല്ല. അവൻ ഒരു വിധത്തിലും സമ്മതിക്കാത്തതല്ലേ. ആ കുട്ടി എന്തിനാ എൻ്റെ കുഞ്ഞിനെ ആശിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞത്? അതുകൊണ്ട് അവൾ എന്ത് നേടി എന്നും പറഞ്ഞ് കാർത്തിക കണ്ണുകൾ തുടച്ചു. അമ്മ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും എന്നും പറഞ്ഞ് അമ്മു അവരെ സമാധാനിപ്പിച്ചു. കാലം വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ചു. കിച്ചു നാട്ടിലുള്ള ഒരു ദിവസം ബ്രോക്കർ വിവേക് അമ്മുവിന് നല്ലൊരു ആലോചന കൊണ്ടുവന്നു. കാർത്തികയ്ക്കും കിച്ചുവിനും അത് നന്നായി ബോധിച്ചു.
പക്ഷേ ഏട്ടൻ്റെ കല്യാണം നടക്കാതെ എൻ്റെ കല്യാണം നടക്കില്ല എന്നവൾ തീർത്തു പറഞ്ഞു. എൻ്റെ കല്യാണം ഈ ജന്മം ഉണ്ടാവില്ല എന്ന് അവനും തീർത്തു പറഞ്ഞു. മോനെ, നീ കാരണം അമ്മുവിൻ്റെ ജീവിതം കൂടെ ഇല്ലാതെയാക്കരുത് എന്ന് കാർത്തിക അവൻ്റെ കാലിൽ വീണു പറഞ്ഞു. അതവന് സഹിക്കാനായില്ല. അമ്മ ആരെ വേണമെങ്കിലും കണ്ടെത്തിക്കോളൂ, ഞാൻ തയ്യാറാണ്. പക്ഷേ പെണ്ണ് കാണാനൊന്നും ഞാൻ വരില്ല. എല്ലാം അമ്മ തീരുമാനിക്കുന്നത് പോലെ നടക്കട്ടെ എന്നും പറഞ്ഞവൻ അകത്തേക്ക് നടന്നു. കാർത്തിക ബ്രോക്കറെ കണ്ട് അവനുള്ള പെൺകുട്ടിയെ കൂടെ നോക്കാൻ പറഞ്ഞു. ഒരു കുട്ടിയുണ്ട്. കാണാൻ സുന്ദരിയും നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. പക്ഷേ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ. 4 പെൺകുട്ടികളാണ് അവിടെ. 4ാമത്തെ കുട്ടിയാണ് അവള്. അച്ഛൻ കിടപ്പില്ല. നാട്ടുകാരുടെ സഹായത്തോടെയാണ് ജീവിതം. നിങ്ങൾ കിച്ചുവിന് നല്ല ജോലിയൊക്കെ ആയപ്പോൾ വലിയ പണക്കാരായില്ലേ? അതുകൊണ്ട് നിലയ്ക്കും വിലയ്ക്കും ഒത്ത കുടുംബം വേണമെന്നുണ്ടെങ്കിൽ വേറെ നോക്കാം, അയാൾ പറഞ്ഞു നിർത്തി. കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ? കാർത്തിക ചോദിച്ചു. അയാൾ ബാഗിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാണ് കുട്ടി. അയാൾ അവർക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തു. നല്ല ഐശ്വര്യമുള്ള കുട്ടി. പേരെന്താ? അവർ ചോദിച്ചു. ദീപ. അയാൾ ഓർത്തെടുത്തതുപോലെ പറഞ്ഞു. എങ്കിൽ ഇത് നോക്കാം. അങ്ങനെ കാർത്തികയും അമ്മുവും കൂടെ ദീപയെ കാണാൻ പോയി. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് അവളെ ഇഷ്ടമായി. കിച്ചുവിൻ്റെ ഫോട്ടോ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് കാർത്തിക പറഞ്ഞു, ഇതാണ് എൻ്റെ മോൻ കിച്ചു. അവന് നല്ല ജോലി തിരക്കാണ്, വരാൻ കഴിയില്ല. അപ്പോൾ കല്യാണം അങ്ങ് ഉറപ്പിക്കുകയല്ലേ? അതെ എന്ന് അവളുടെ വീട്ടുകാർ പറഞ്ഞപ്പോൾ കാർത്തിക 3 പവൻ്റെ വള ബാഗിൽ നിന്നെടുത്ത് അവളുടെ കയ്യിൽ ഇട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ മോളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എന്നിട്ട് അവളുടെ നെറ്റിയിൽ ഒരു മുത്തവും കൊടുത്തു. എങ്കിൽ അടുത്ത ആഴ്ച അമ്പലത്തിൽ വെച്ച് ഒരു ചെറിയ ചടങ്ങ്. അവൾക്ക് അണിയാനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളുമെല്ലാം ഞങ്ങൾ തരും. നിങ്ങളെല്ലാം അങ്ങ് എത്തിയാൽ മാത്രം മതി എന്നും പറഞ്ഞ് അവർ ഇറങ്ങി. അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി. കിച്ചുവിൻ്റെ മുഖത്ത് ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരെല്ലാവരും അമ്പലത്തിലെത്തി. അവളുടെ മുഖം ഒരിക്കൽ പോലും കാണാൻ അവൻ ശ്രമിച്ചില്ല. പക്ഷേ ദീപ ഇടം കണ്ണിട്ട് അവനെ നോക്കുന്നുണ്ടായിരുന്നു. പൂജാരി അവന് നേരെ താലി നീട്ടി. അവളുടെ കഴുത്തിൽ അവൻ അത് അണിയിച്ചു. ശേഷം അവളുടെ നെറ്റിയിൽ അവൻ സിന്ദൂരം ചാർത്തിയപ്പോൾ ഒരു മിന്നായം പോലെ അവൻ അവളെ കണ്ടു. വിവാഹം കഴിഞ്ഞ് വലത് കാൽ വെച്ച് അവൾ ആ വീടിൻ്റെ പടി കയറി. അന്ന് രാത്രി പാലുമായി അവൾ മുറിയിലെത്തിയപ്പോൾ ലാപ്പിൽ അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവളെ കണ്ട ഭാവം അവൻ നടിച്ചില്ല. പാൽ. അവൻ്റെ അരികിൽ ചെന്ന് അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എനിക്ക് നിൻ്റെ പാലൊന്നും വേണ്ട, തനി അങ്ങ് കുടിച്ചാൽ മതി. പിന്നെ ഞാനും താനും ഒരു ചരടിൻ്റെ ബന്ധം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എൻ്റെ ഭാര്യ ചമയാനൊന്നും നീ നോക്കണ്ട എന്നും പറഞ്ഞ് അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അവൾക്ക് അവൻ്റെ വാക്കുകൾ ഉൾക്കൊള്ളാനായില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവിടേക്ക് അപ്പോഴേക്കും അമ്മ കടന്നു വന്നു. അമ്മയെ കണ്ടതും അവൾ കണ്ണുകൾ തുടച്ചു മാറ്റി. മോളെ, അവൻ ഇത്തിരി ദേഷ്യക്കാരനാണ്. ഇനിയെല്ലാം നീയാണ് മാറ്റിയെടുക്കേണ്ടത് എന്നും പറഞ്ഞ് അവളുടെ തോളിൽ തട്ടി അവർ പുറത്തേക്ക് നടന്നു. അവളോട് അവൻ്റെ സംസാരം കാർത്തിക കേട്ടത് കൊണ്ടാണ് അവർ അങ്ങനെ വന്നു പറഞ്ഞത്. അല്പസമയം കഴിഞ്ഞ് അവൻ റൂമിലേക്ക് വന്നു. തലയണയും പുതപ്പും എടുത്ത് പുറത്തേക്ക് നടന്നു. ആ പ്രവൃത്തി അവളെ വല്ലാതെ തളർത്തി. താൻ അപ്പുറത്ത് കിടന്നോളാം എന്ന് അവനോട് പറഞ്ഞു തീരും മുന്നേ അവൻ അവിടെ നിന്ന് പോയിരുന്നു. തന്നോടെന്തിനാ ഈ പരിഭവം? ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നെല്ലാം ഓർത്ത് അവൾ കരഞ്ഞ് അറിയാതെ ഉറങ്ങിപ്പോയി. രാവിലെ ദീപ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിലെത്തി. അപ്പോഴേക്കും കാർത്തികയും അങ്ങോട്ട് വന്നിരുന്നു. അവർ ഒരുമിച്ച് ഓരോ ജോലികളും ചെയ്യാൻ തുടങ്ങി. അമ്മു അത് കണ്ട് അടുക്കളയിലെത്തി. അവരുടെ ജോലിക്കൊപ്പം അവളും ചേർന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ അമ്മുവിൻ്റെ വിവാഹമാണ്. അതിനുള്ള ഒരുക്കത്തിലാണ് ആ വീട്. ഏട്ടത്തിയമ്മ സാരിയല്ലേ? അമ്മു ദീപയോടായി ചോദിച്ചു. അതെ എന്നവൾ തലയാട്ടി. അവൾക്ക് ആ വീട് സ്വർഗതുല്യമായിരുന്നു. കിച്ചുവിൻ്റെ അവഗണന ഒഴിച്ചാൽ അവളായിരിക്കും ലോകത്ത് ഏറ്റവും സന്തോഷമുള്ളവൾ എന്നവൾക്ക് തോന്നി. കിച്ചുവിൻ്റെ അവഗണന അമ്മയും അമ്മുവും ഉള്ളപ്പോൾ അവൾക്ക് ഓർക്കാൻ സമയമില്ലാതെയായി. അത്രയ്ക്കും നന്നായാണ് അവർ അവളെ കൊണ്ടു നടന്നത്. എങ്കിലും അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ മുറയ്ക്ക് ചെയ്തു കൊടുക്കും.
അതിനെല്ലാം അവൻ അവളെ വഴക്കു പറയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അമ്മുവിൻ്റെ വിവാഹമായി. സന്തോഷത്താൽ ആ വീട് ഉത്സവ നിലാവ് നിറഞ്ഞു. അമ്മു പോകുന്നതിലുള്ള വിഷമം ആരെക്കാളും ദീപയ്ക്കാണ് ഉണ്ടായിരുന്നത്. നാത്തൂന്മാർ എന്നതിൽ അപ്പുറം അവർ നല്ല സുഹൃത്തുക്കളായി മാറിയിരുന്നു ആ ചുരുങ്ങിയ സമയം കൊണ്ട്. അങ്ങനെ വിവാഹ ദിവസം വന്നു. നല്ല രീതിയിൽ തന്നെ അവളുടെ വിവാഹം നടന്നു. അന്ന് അതീവ സുന്ദരിയായി ദീപ അണിഞ്ഞൊരുങ്ങി നിന്നിരുന്നുവെങ്കിലും അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. കല്യാണമെല്ലാം കഴിഞ്ഞു. അന്ന് രാത്രി വേഗം എല്ലാവരും കിടന്നിരുന്നു. കിച്ചു അപ്പുറത്തെ മുറിയിലാണ് കിടക്കുന്നത് എന്നോർത്തപ്പോൾ ദീപയുടെ ഉള്ളം പിടയുന്നുണ്ട്. സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് അവൻ കൊച്ചിയിലേക്ക് തിരിച്ചുപോയി. അവൾ പതിയെ ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു തുടങ്ങിയിരുന്നു. ആഴ്ചയിൽ വരാറുള്ള അവൻ പതിയെ 2 മാസം 3 മാസം കൂടുമ്പോൾ മാത്രമായി വരവ്. അതുകൊണ്ട് അവളുടെ കിടത്തം അമ്മയ്ക്കൊപ്പമായി. കാർത്തിക അവളെ മകളെപ്പോലെ സ്നേഹിച്ചു. അവൾ അവരെ അമ്മയെപ്പോലെയും. ഒരു ദിവസം ഉറങ്ങാൻ നേരം കാർത്തിക ദീപയോട് ചോദിച്ചു, കുട്ടിയെ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനമ്മ? അവൾ തിരിച്ചു ചോദിച്ചു. നിന്റെ ജീവിതം തകർത്തതിൽ എൻ്റെ ജീവിതം തകർന്നു എന്ന് ആരും അറിഞ്ഞു? എനിക്ക് ഇത്രയും സ്നേഹമുള്ള ഒരമ്മയെ കിട്ടിയില്ലേ? അതിനപ്പുറം എനിക്ക് എന്ത് വേണം? അവൾ അത് പറഞ്ഞപ്പോൾ കാർത്തിക് അവളെ കെട്ടിപ്പുണർന്നു. അവൻ്റെ പഴയ കാര്യങ്ങളെല്ലാം അവർ അവളോട് തുറന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് അവൾ അവരെ സമാധാനിപ്പിച്ചു. അവൾ എന്നും ഈശ്വരനോട് അവൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നമ്മളുടെ ടീമിലേക്ക് ഒരാൾ കൂടി വരുന്നുണ്ട്. നാളെ അദ്ദേഹം ജോയിൻ ചെയ്യുമെന്നും പറഞ്ഞ് അവൻ്റെ കൊളീഗ് അവനെ ഫോൺ ചെയ്ത് അറിയിച്ചു. അവനത് കേട്ട് ഫോൺ വെച്ചു. പിറ്റേ ദിവസം അയാൾ ഓഫീസിലെത്തി. അയാൾ കിച്ചുവിനെ പരിചയപ്പെടാൻ പോയി ജോലി തുടങ്ങാനാണ് അവൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ആ കമ്പനിയുടെ മാനേജറാണ് അവൻ. എല്ലാവരോടും രൂക്ഷമായി പെരുമാറുന്ന അവനെ എല്ലാവർക്കും പേടിയാണ്. സ്ത്രീകളോട് അവന് വളരെ ക്രൂരമായാണ് പെരുമാറാറുള്ളത്. പുതിയ വന്ന ആളോട് അവൻ ഒരിക്കൽ പേര് ചോദിച്ചു. സുഭാഷ് എന്നവൻ ഉത്തരവും നൽകിയിരുന്നു. ഓഫീസിൽ സ്ട്രിക്റ്റായിക്കൊണ്ട് അവൻ മുന്നോട്ട് പോയി. ഒരു ദിവസം അവൻ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി മീറ്റിംഗ് വെച്ചു. എല്ലാവരും അതിനെത്തിയിരുന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പിരിയാൻ നേരമാണ് സുഭാഷിൻ്റെ ഫോണിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കിയത്. അപ്പോൾ തന്നെ മറ്റുള്ളവരോട് പോവാനും സുഭാഷിനോട് അവിടെ നിൽക്കാനും അവൻ ആവശ്യപ്പെട്ടത്. അതുപ്രകാരം അവനൊഴികെ എല്ലാവരും പുറത്തേക്ക് പോയി. കിച്ചു അവൻ്റെ ഫോൺ എടുത്ത് അതിലുള്ള വാൾപേപ്പർ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇത് നിന്റെ കാമുകിയോ അതോ ഭാര്യയോ? ആ വാൾപേപ്പറിൽ അനുശ്രീയായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടുമല്ല സാർ, അതെൻ്റെ പെങ്ങളാണ്, അവൻ ഉത്തരം നൽകി. എന്നിട്ട് അവളെവിടെ? അവൻ ആക്രോശിച്ചു. വിത്തിൻ 1 hour അവളെ ഇവിടെ കൊണ്ടുവന്നില്ല എങ്കിൽ തൻ്റെ ജോലി പോവും എന്നും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കാൻ നേരം സുഭാഷ് പറഞ്ഞു, അത് നടക്കില്ല സാർ, അവൾ മരിച്ചിട്ട് 3 കൊല്ലമായി. അവൻ അത് കേട്ടതും ഒരു നിമിഷം പകച്ചു നിന്നുപോയി. അവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് സുഭാഷിനോട് ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? അതെ സാർ, അവൾ ഈ നഗരത്തിലായിരുന്നു പഠിച്ചത്. കോഴ്സ് കഴിഞ്ഞ് വീട്ടിൽ നല്ല സന്തോഷത്തിലായിരുന്നു അവൾ വന്നത്. എല്ലാവർക്കും ഒരു സർപ്രൈസ് തരുന്നുണ്ട് എന്നും പറഞ്ഞ് നടന്നു. പിറ്റേ ദിവസം TC വാങ്ങാൻ കോളേജിലേക്ക് പോവാൻ ഇറങ്ങിയതാ. ഞങ്ങളുടെ നാട്ടിലെ കവലയിൽ വെച്ച് ഒരു ലോറിടിച്ച് അവൾ. ബാക്കി പൂർത്തിയാക്കാൻ അവനായില്ല. കിച്ചു അവനെ കെട്ടിപ്പിടിച്ച് അവനോട് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതായിരിക്കാം ആ സർപ്രൈസ് എന്ന് സുഭാഷ് ഓർത്തു. അവളെ അടക്കം ചെയ്തിടത്തേക്ക് അവന് പോവണമെന്ന് കിച്ചു പറഞ്ഞപ്പോൾ അവനെയും കൊണ്ട് സുഭാഷ് അവിടേക്ക് പോയി. അതുവരെ അവളോടുള്ള പകയായിരുന്നു മനസ്സ് മുഴുവനും. പക്ഷേ ഇപ്പോൾ തേപ്പുകാരി എന്ന മുദ്ര ഒന്നും അറിയാതെ അവൾക്ക് ചാർത്തിയതിൽ അവന് കുറ്റബോധം തോന്നി. അങ്ങനെ അവർ അവളുടെ കല്ലേറിയിലെത്തി. അവൾക്ക് വേണ്ടി ഒരു കെട്ട് റോസാപ്പൂക്കൾ അവൻ കരുതിയിരുന്നു. അവൾക്കത് സമർപ്പിച്ച് അവൻ്റെ ഉള്ളിലെ വെറുപ്പ് അവൻ പറഞ്ഞു തീർത്തു. അവളോട് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. കുറേ നേരം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് നാട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും ദീപ വിളക്ക് വെക്കുന്നതാണ് അവൻ കണ്ടത്. അവളെ കണ്ടതും അവൻ്റെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞു നിന്നു. താൻ ഇനിയും അവളെ വേദനിപ്പിക്കാൻ പാടില്ല എന്നവൻ തിരിച്ചറിഞ്ഞു. എത്രയൊക്കെ താൻ അവഗണിച്ചാലും
തൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു മുടക്കവും വരുത്താതെ ചെയ്തു തരുന്നവൾ, എത്രയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടും തന്നെ വിട്ടു പോവാതെ തന്നെ മാത്രം കാത്തിരിക്കുന്നവൾ. എല്ലാം ഓർത്തപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ഈശ്വര, എൻ്റെ ഏട്ടൻ എന്നോട് സ്നേഹം ഉണ്ടാക്കി തരണേ, എൻ്റെ ഏട്ടന് നല്ലത് വരുത്തണേ എന്നവൾ പ്രാർത്ഥിച്ച് അകത്തേക്ക് നടന്നു. കൂടെ അവനും. പക്ഷേ അവനെ അവൾ കണ്ടില്ല. അവൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പുണർന്നു. അവൻ്റെ ആ പ്രവൃത്തി അവൾക്ക് വിശ്വസിക്കാനായില്ല. കാർത്തിക നാമം ചൊല്ലാൻ അങ്ങോട്ട് വന്നതും ആ കാഴ്ചയാണ് കണ്ടത്. ആ കാഴ്ച കണ്ടതും അവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. കാർത്തികയെ കണ്ടതും അവൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർക്കും അതിൽ വിഷമം തോന്നി. അന്ന് തന്നെ അവൻ്റെ നാട്ടിലേക്ക് അവൻ ട്രാൻസ്ഫർ വാങ്ങി. പിന്നീടുള്ള അവൻ്റെയും ദീപയുടെയും ജീവിതം ഒരുപാട് സന്തോഷം നിറഞ്ഞതായിരുന്നു. 2 മാസങ്ങൾക്കിപ്പുറം അവരുടെ കുഞ്ഞു സ്വർഗത്തിലേക്ക് ഒരു കുഞ്ഞു അതിഥി കൂടി വരാൻ പോകുന്നു എന്ന വാർത്ത ആ വീടിൻ്റെ സന്തോഷം ഇരട്ടിയാക്കി. ഒരിക്കലും അവസാനിക്കാത്ത മാനം പോലെ ദീപയുടെയും കിച്ചുവിൻ്റെയും പ്രണയം വ്യാപിച്ചു